ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മൊഡ്യൂൾ 5-ൻ്റെ മൊഡ്യൂൾ 5-ലെ ന്യൂക്ലിക് ആസിഡ്സ് എന്ന പാർട്ടിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 5-ലെ ലിപ്പിഡ്സ് ആണ് കണ്ടിരുന്നത്. ഇനി നമുക്ക് മൊഡ്യൂൾ 5-ൻ്റെ ആദ്യത്തെ പാർട്ട് ന്യൂക്ലിക് ആസിഡ്സ്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതെന്താണ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു കാറ്റഗറി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് അറിയണം. ന്യൂക്ലിയോ പ്രോട്ടീൻസ്. ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആർ ദ പ്രോട്ടീൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂക്ലിയസ് ഓഫ് എ സെൽ. ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രോട്ടീനിന് എപ്പോഴും പ്രോട്ടീൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് എ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഒരു പ്രോട്ടീനിന് ഒറ്റയ്ക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ടാകും. ഈ ന്യൂക്ലിയോ പ്രോട്ടീൻസിൻ്റെ പ്രോസ്തെറ്റിക് പാർട്ടിനെ നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയും. ഇപ്പോൾ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂക്ലിയസ് ഓഫ് എ സെല്ലാണ്. ഈ സെല്ലിലുള്ള ഈ പ്രോട്ടീൻസിൻ്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ന്യൂക്ലിക് ആസിഡ്സ്. അപ്പോൾ ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് ദ പ്രോട്ടീൻ പാർട്ട്. ഈ ന്യൂക്ലിയോ പ്രോട്ടീൻസിൻ്റെ പ്രോട്ടീൻ പാർട്ട്, അതായത് പ്രോട്ടീൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാകാം, പ്രോട്ടമീൻ അല്ലെങ്കിൽ ഹിസ്റ്റോൺ. ഈ ന്യൂക്ലിയോ പ്രോട്ടീൻസിൻ്റെ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടമീൻസ് ആകാം, അതല്ലെങ്കിൽ ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ആകാം. ഇത് നമുക്ക് വിഷയമല്ല. നമ്മുടെ വിഷയം ന്യൂക്ലിക് ആസിഡ്സ് ആണ്. എന്താണ് ന്യൂക്ലിക് ആസിഡ്സ്? ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിമറിക് ബയോ മോളിക്യൂൾസ്. നമ്മൾ പോളിമേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. പോളിമേഴ്സ് ആർ കോമ്പൗണ്ട്സ്, വെരി ലാർജ് മോളിക്യൂൾസ് വിച്ച് ആർ കമ്പോസ്ഡ് ഓഫ് സ്മോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കോൾഡ് മോണോമേഴ്സ്. അല്ലേ? പോളിമേഴ്സ് ആർ ലാർജ് ഓർഗാനിക് മോളിക്യൂൾസ്. ഓർഗാനിക് തന്നെ ആവണമെന്നില്ല, ഇൻഓർഗാനിക് ആവാം. പോളിമേഴ്സ് ആർ ലാർജ് മോളിക്യൂൾസ് വിച്ച് ആർ കമ്പോസ്ഡ് ഓഫ് സ്മോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കോൾഡ് മോണോമേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂക്ലിക് ആസിഡ്സിനെ ബയോ പോളിമേഴ്സ് എന്ന് പറയാം. ബയോളജിക്കൽ സിസ്റ്റത്തിൽ കാണുന്നത് കൊണ്ട് ന്യൂക്ലിക് ആസിഡ്സ് പോളിമേഴ്സ് ആണ്. അപ്പം ഇതിനകത്തുള്ള ഈ മോണോമേഴ്സ് എന്തൊക്കെയാണ്? പോളിമർ ആണെങ്കിൽ മോണോമർ ഉണ്ടാവണമല്ലോ. ന്യൂക്ലിക് ആസിഡിലെ മോണോമറാണ് ന്യൂക്ലിയോടൈഡ്സ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിക് ആസിഡ്സിനെ നമുക്ക് പോളി ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയാം. അല്ലേ? ഇപ്പം നമ്മൾ PVC, പോളിവീനൈൽ ക്ലോറൈഡ്, എന്തുകൊണ്ടാണ് അതിനെ പോളിവീനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്? വീനൈൽ ക്ലോറൈഡ് റിപ്പീറ്റിംഗ് യൂണിറ്റ് മോണോമറായിട്ട് വരുന്നത് കൊണ്ടാണ് അതിനെ പോളിവീനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതേപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെ മോണോമേഴ്സ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ന്യൂക്ലിക് ആസിഡ്സിനെ പോളി ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയാം. ന്യൂക്ലിയോടൈഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് 3 യൂണിറ്റ്സ്. ഈ മോണോമർ ആയ ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങൾ ഉണ്ടാകും. ഒരു ന്യൂക്ലിയോ ബേസ് ഉണ്ടാകാം, ഒരു പെൻറ്റോസ് അല്ലെങ്കിൽ റൈബോസ് ഷുഗർ ഉണ്ടാകാം, ഫോസ്ഫോറിക് ആസിഡും ഉണ്ടാകാം. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചപ്പോൾ ഈ റൈബോസ് ഷുഗർ എന്തുവാണ്, പെൻറ്റോസ് ഷുഗർ എന്താണ് എന്നൊക്കെ പഠിച്ചു കാണുമായിരിക്കും. ബാക്കി 2 ഭാഗങ്ങൾ ന്യൂക്ലിയോ ബേസും ഫോസ്ഫോറിക് ആസിഡും. ഫോസ്ഫോറിക് ആസിഡ് നിങ്ങൾക്കറിയാം, ഒരു മിനറൽ ആസിഡാണ്, H3PO4. ഇപ്പം ഈ ന്യൂക്ലിയോടൈഡ്സിൻ്റെ 3 യൂണിറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാത്തത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ന്യൂക്ലിയോ ബേസ്. പെൻറ്റോസ്, റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൽ പഠിക്കുന്നതാണ്. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, H3PO4 മിനറൽ ആസിഡുകളാണ്. ഇനി അപ്പം നമുക്ക് ഈ ന്യൂക്ലിയോ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്